എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിൻസ് വ്ലോഗ്. ഇന്ന് 5 മിനിറ്റ് കൊണ്ട് 5 ഫ്ലേവറിൽ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ നോർമൽ പോപ്കോൺ, അതിനായി ഗീ, സോൾട്ട്, സീഡ്. ആദ്യമേ തന്നെ ചട്ടി വെച്ച് ചൂടാക്കി ഗീ ഇട്ട് അതിലേക്ക് സോൾട്ട് ഇട്ട് സീഡ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അടച്ചു വെച്ച് അത് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ നോർമൽ പോപ്കോൺ റെഡി. ടർമറിക് പോപ്കോൺ. അതിനു വേണ്ടി ഉപ്പിന്റെ കൂടെ മഞ്ഞളോടി കൂടി ആഡ് ചെയ്യണം. അതാദ്യമേ തന്നെ ചട്ടി വെക്കുക, ചൂടാക്കുക, ഗീ മെൽറ്റ് ചെയ്യുക, സോൾട്ടും ടർമറിക്കും കൂടി ഇടുക, സീഡ് ഇടുക, മിക്സ് ചെയ്ത് കൊടുക്കുക, അടച്ചു വെക്കുക, പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ടർമറിക് പോപ്കോണും റെഡി. ഗാർലിക് പോപ്കോൺ ആണ്. അതിന് വേണ്ടിയിട്ട് ഉപ്പും ഗാർലിക്കുമാണ് വേണ്ടത്. അപ്പൊ ഗാർലിക്ക് തൊലിയോടുകൂടി ചതച്ചെടുക്കണം. ഗീ ചൂടായതിനു ശേഷം ഗാർലിക് ഇട്ട് അതിന്റെ വെള്ളം മാറണം. വെള്ളം മാറ്റി വരുന്നവരെ ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളർ വരുന്നത് വരെ നന്നായിട്ട് ഗീയിൽ തന്നെയായിട്ട് വറുത്തെടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മുടെ സീഡ് ഇടുക, മിക്സ് ചെയ്യുക, അടച്ചു വെക്കുക, പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഗാർലിക് പോപ്കോൺ റെഡി. സ്പൈസി പോപ്കോൺ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഗരം മസാല എന്നിവയാണ് വേണ്ടത്. അപ്പൊ നെയ്യിടുക, മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, ചെറിയ ഗരം മസാല പൊടി, അതുപോലെ ഉപ്പും നമ്മുടെ സീഡും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മൂടി കൊണ്ട് അടച്ചു വെക്കുക. പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സ്പൈസി പോപ്കോൺ റെഡി. ചോക്ലേറ്റ് പോപ്കോൺ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കാണ്. അപ്പം ഡയറി മിൽക്ക് ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. അപ്പം വേഗം മെൽറ്റായി കിട്ടും. ഈ സമയം നമുക്ക് ചട്ടി വെച്ച് ഗീ ഇട്ട് നമ്മുടെ സീഡ് ഗീയിൽ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് അത് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ചോക്ലേറ്റ് നമ്മുടെ പോപ്കോണിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാ പോപ്കോണിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പം നമ്മുടെ ചോക്ലേറ്റ് പോപ്കോണും റെഡി. പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ 5 ഫ്ലേവർ ആയിട്ടുള്ള പോപ്കോൺ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.